നമസ്കാരം. കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു കയറ്റം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിൽ ക്ലൈംബ് ടെസ്റ്റ്. അതായത് ഓർബിറ്റർ വെച്ചിട്ട് നമ്മൾ 2 പേരെ വെച്ചിട്ടാണ് ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പം ഞാനല്ല ചെയ്തത്, കമ്പനീൻ്റെ ആൾക്കാർ ഡയറക്റ്റ് തന്നെയാണ് ചെയ്തത്. അവരത് ഈസി ആയിട്ട് കയറുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ വണ്ടി കയറിയിട്ടുമുണ്ട്. ആ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് പലരും ഈ വണ്ടി കയറ്റം കയറില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടി കയറിയിട്ടുണ്ട്. ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്കറിയാം ടി വി എസിൻ്റെ ഓർബിറ്റർ കയറിയിട്ടുണ്ട്. പക്ഷേ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ചില സമയത്ത് അത് കയറിയിട്ടില്ല. പിന്നെ 2 പേരാണ് അത് ട്രൈ ചെയ്തത് അല്ലേ. ആദ്യത്തെ ആൾ ട്രൈ ചെയ്തപ്പം ആ വണ്ടി കയറിയില്ല, പക്ഷേ രണ്ടാമത്തെ ആൾ ട്രൈ ചെയ്തപ്പം ആ വണ്ടി ഈസി ആയിട്ട് കയറി. അപ്പം അത് റൈഡിങ് സ്റ്റൈലിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നല്ല ബുദ്ധിമുട്ടി തന്നെയാണ് ആ വണ്ടി കയറിയത്. അപ്പം അതൊരു അവിടെ എന്തോ വീണതാണ്. അപ്പം നല്ല ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അത് കയറിയത്. അപ്പം അതൊരു സിറ്റിയിൽ ഓടിക്കാനുള്ള വണ്ടിയാണെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. പക്ഷേ കയറ്റമുള്ള സ്ഥലത്ത്, അതായത് സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്കും വീടിൻ്റെ പരിസരങ്ങളിൽ കയറ്റം ഉണ്ടാവുമല്ലോ, അപ്പം അതൊരു ബുദ്ധിമുട്ടല്ലേ. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പലരും എന്നോട് ചോദിച്ചു, ഞാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ വൺ എന്തുകൊണ്ടാണ് കയറ്റം ടെസ്റ്റ് ചെയ്യാത്തതെന്നുള്ളത്. അത് 8.5 കിലോ വാട്ട് പീക്ക് പവർ ഉള്ളൊരു വണ്ടിയും 2.5 കിലോ വാട്ട്, അതായത് ഓർബിറ്ററിന് 2.5 കിലോ വാട്ട് പീക്ക് പവറേ ഉള്ളൂ മോട്ടോർ. അപ്പോൾ പിന്നെ അത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഇത് കയറിപ്പോവും. അപ്പം എല്ലാവരും ചോദിച്ചത് എന്നാൽ പിന്നെ എക്കോ മോഡിൽ 2 ആളെ വെച്ചിട്ട് ട്രൈ ചെയ്യുമെന്നാണ്. അപ്പോൾ എക്കോ മോഡിലും ഇത് കയറി പോകേണ്ടതാണ്. ഒരുപക്ഷെ എക്കോ മോഡിൽ കയറിയില്ലെങ്കിൽ തൊട്ടടുത്ത മോഡിൽ, അതായത് റൈഡ് മോഡിൽ ഇത് എന്തായാലും കയറും, അത് ഉറപ്പാണ്. പക്ഷേ എക്കോ മോഡിൽ കയറുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അനിയത്തി ഇവിടെ ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടി ഏകദേശം ഒരു 140 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്കോ മോഡിൽ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള മോഡിൽ നമ്മൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഓരോരോ മോഡിലും ഏത് മോഡിലാണ് ഈ വണ്ടി കയറുന്നതെന്ന് വണ്ടി നിർത്തിയിട്ട് ഓർബിറ്റർ നമ്മൾ എവിടെ നിന്നാണോ കയറ്റം കയറി നിർത്തി കയറ്റം കയറിയത് അതേ സ്പോട്ടിൽ വെച്ച് തന്നെ കയറ്റി നോക്കാം. എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ട്. മോളിയുടെ വെയിറ്റ് എത്രയാ? 68. 68ഓ? ഞാൻ 73 എൻ്റെ വെയിറ്റ്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ടോട്ടൽ 141 കിലോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പം 141 കിലോഗ്രാമിൽ എക്കോ മോഡിലാണ് നമ്മൾ ആദ്യം കയറ്റി നോക്കാൻ പോകുന്നത്. 2 പേര് വെച്ചിട്ട് ഒരൊറ്റ സ്ട്രെച്ചിൽ ഈസി ആയിട്ട് കയറും. എന്തായാലും നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ എക്കോ മോഡിലാണുള്ളത്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ കയറി നോക്കാൻ പോകുന്നത് 2 പേര് വെച്ചിട്ട് കേട്ടോ. അത് ഈസി ആയിട്ട് കയറുന്ന യാതൊരു സംശയമില്ല. എന്നാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഈസി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് ഈസി ആയിട്ട് കയറുന്നത്. കാരണം ഫുൾ ത്രോട്ടിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 13 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ, 14 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് കയറുന്നത്. ഇത് അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തിയിട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നുണ്ട്. എന്നാലും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കയറിപ്പോയിട്ടുണ്ട്, പതുക്കെയാണെങ്കിലും കയറിപ്പോയിട്ടുണ്ട് എക്കോ മോഡിൽ. നമ്മൾ വിചാരിച്ച ആ ഒരു പവർ എക്കോ മോഡിലില്ല. ഓക്കെ, ഈസി ആയിട്ട് കയറിയിട്ടുണ്ട്. ഇനി വളച്ചിട്ട് നമുക്ക് എക്കോ മോഡിൽ നമ്മൾ ഓർബിറ്റർ നിർത്തി കയറിയില്ലേ അതേ സ്ഥലത്ത് തന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കയറ്റി നോക്കാം. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഓർബിറ്റർ നിർത്തിയെടുത്തത്. അപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സിമ്പിൾ വണ്ണും നിർത്തിയെടുക്കാൻ പോകുന്നത്. ഞാൻ വളച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എക്കോ മോഡിൽ വീണ്ടും അതേ നമ്മൾ ഓർബിറ്റർ കയറ്റിയ അതേ കയറ്റത്തിൻ്റെ അവിടെ നിർത്തിയിട്ടൊന്ന് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഇവിടെയാണ് ഒരു പീക്ക് വരുന്നത്. ഇതുണ്ടോ, ഇവിടെയാണ് പീക്ക് വരുന്നത്. ഇവിടെ നിന്നാണ് ഓർബിറ്റർ കയറാണ്ട് പോയത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട്, അതായത് ആ ഒരു ഭാഗത്തേക്ക് ഓർബിറ്റർ വെച്ചപ്പോൾ അവിടെ നിന്ന് ഓർബിറ്റർ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഓർബിറ്റർ കയറിയിട്ടില്ല. അതായത് ഈ പോസ്റ്റ് കേട്ടോ, ഇത് സത്യം പറയുകയാണെങ്കിൽ നല്ല പീക്കാണ്. നമുക്ക് ചിലപ്പോൾ വീഡിയോയിൽ മനസ്സിലാവില്ല കയറ്റത്തിൻ്റെ ആ ഒരു ഡെപ്ത്. പക്ഷെ നല്ല കയറ്റമാണ്, കുഴപ്പമില്ലാത്തൊരു കയറ്റമാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണേ. എക്കോ മോഡിൽ വളരെ ഈസി ആയിട്ട് കയറി കേട്ടോ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എക്കോ മോഡിൽ കയറി. കണ്ടോ, എക്കോ മോഡിൽ തന്നെയാണ് നമ്മൾ കയറുന്നത്, ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ നമ്മൾ റൈഡ് മോഡും ബാക്കിയുള്ള 2 മോഡൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ 3 ആളെ വെച്ചൊന്ന് ട്രൈ ചെയ്യാൻ പോകട്ടോ. നമ്മളിപ്പോൾ 2 ആളെ എക്കോ മോഡിൽ ഈസി ആയിട്ട് കയറി. അപ്പം മധുമാമ, നിങ്ങൾ എത്ര കിലോ ഉണ്ട്? ഞാൻ ഏകദേശം ഒരു 72. അപ്പം നേരത്തെ നമ്മൾ നോക്കിയത് 141 അല്ലേ, ഞാനും മോളിയും കൂടി. അപ്പം 141 72 എത്രയാ? 210.
എന്തായാലും 200-ന്റെ മുകളിലുണ്ട്, 210-ന്റെ ഏകദേശം 210-ന്റെ അടുത്ത്. അപ്പോൾ നമുക്ക് ആദ്യം എക്കോ മോഡിൽ എന്തായാലും കയറില്ല, അത് ഞാൻ ഇവിടുന്ന് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞാനൊന്ന് മോഡ് മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ റൈഡ് മോഡിലാണ്. റൈഡ് മോഡിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് കുഴപ്പമില്ല, അത് വന്നോളൂ. റൈഡ് ഇങ്ങോട്ട് പിടിക്കുമോ? ക്യാമറ പോയല്ലോ. ഇല്ല, ഉണ്ട്. നമ്മളിപ്പോൾ റൈഡ് മോഡിലാണ് പോകുന്നത്. ഇപ്പം നേരത്തെ നിർത്തി അതേ സ്ഥലത്ത് തന്നെ നിർത്തി കേട്ടോ. ക്യാമറ കറക്റ്റ് അല്ലേ ഒരു മിനിറ്റ്. ഇപ്പം നമ്മൾ റൈഡ് മോഡിലുള്ളത്. ഇവിടുന്ന് കയറാൻ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇല്ല, റൈഡ് മോഡിൽ കയറൂല 3 ആൾ. ഇപ്പം ഡാഷ് മോഡിലുള്ളത്. ഇല്ല, ഡാഷ് മോഡിലും കയറുന്നില്ല. സോണിക് ഇല്ല, സോണിക്കിൽ 3 ആൾ വെച്ചിട്ട് നടുവിൽ വെച്ച് നിർത്തി കയറൂല. ഇല്ലല്ല, വണ്ടി പോവില്ല. ഇറങ്ങിക്കോ. 3 ആളെ വെച്ച് ഫെയിലായി കേട്ടാ. ഓക്കെ, ബൈ. ഒരു 2 വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് സഞ്ചരിക്കാനുള്ളതാണ്. നമ്മൾ പക്ഷേ ഇപ്പം ഒരു തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഒരു ടെസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതും കയറ്റത്തിൻ്റെ മുകളിൽ 3 പേര് വെച്ചിട്ട് നടുവിൽ നിർത്തിയിട്ട് എടുക്കാൻ നോക്കി. ഡെഫിനറ്റ്ലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര പവർ ഉണ്ടെങ്കിലും വണ്ടി വലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു ടെസ്റ്റ് ചെയ്തപ്പം ഹീറോ മോട്ടോകോർപ്പിൻ്റെ വീടാന്ന് പറഞ്ഞ വണ്ടി കയറി പോയിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. പക്ഷേ മറ്റ് വണ്ടികളൊന്നും ഞാൻ 3 ആളെ വെച്ചിട്ട് കയറ്റിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം എൻ്റെ പേഴ്സണൽ വണ്ടി ആയതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് കയറ്റി നോക്കാം. 200 കിലോഗ്രാമിൻ്റെ മുകളിലാണ് നമ്മളിപ്പം കയറ്റി നോക്കിയത്. പക്ഷേ വണ്ടി സോണിക് മോഡിലിട്ടിട്ടും കയറിയിട്ടില്ല. പക്ഷേ അത് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, സ്കൂട്ടർ എന്ന് പറയുന്നത് 2 ആൾക്ക് ട്രാവൽ ചെയ്യാനുള്ളതാണ്. ഞാനൊന്ന് വെറുതെ പവർ ടെസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.